ആണവ പദ്ധതികൾ പുനരാരംഭിക്കുന്നതിനെതിരെയും ഇറാനിലെ ജനകീയ പ്രക്ഷോഭം അടിച്ചമർത്തുന്നതും ചൂണ്ടിക്കാട്ടി ഇറാനെ ആക്രമിക്കാൻ അമേരിക്ക ഒരുങ്ങുമ്പോൾ ഈ നീക്കത്തിനെതിരെ അറബ് ലോകം ഒറ്റക്കെട്ടാവുകയാണ്. ഇന്നലെ സൗദി കിരീടാവകാശിയും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനുമായുള്ള ടെലിഫോൺ സംഭാഷണത്തിന് പിന്നാലെ സൗദി പ്രഖ്യാപിച്ച നിലപാട് ഒരർത്ഥത്തിൽ അമേരിക്കയ്ക്കും തിരിച്ചടിയാകും. ഇറാനെ ആക്രമിക്കാനുള്ള ഒരു നീക്കത്തിനും സൗദിയുടെ വ്യോമപാത അനുവദിക്കില്ല എന്ന് സൗദി കിരീടാവകാശി അമീർ മുഹമ്മദ് ബിൻ സൽമാൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സൗദി അടക്കമുള്ള അറബ് രാജ്യങ്ങളുടെ ഇങ്ങനെയുള്ള നിലപാട് കണക്കിലെടുത്തുകൊണ്ടാണോ അമേരിക്ക ഇറാനെ ആക്രമിക്കാൻ കപ്പൽ പടയെ അയക്കുന്നത് എന്ന സംശയവും ഇതോടെ ഉയരുകയാണ്. കാരണം നേരത്തെ UAEയും സമാനമായ നിലപാട് സ്വീകരിച്ചിരുന്നു. അതേസമയം ഇപ്പോഴും ഇറാനെ ആക്രമിക്കുന്ന കാര്യത്തിൽ ഡൊണാൾഡ് ട്രംപ് കടുത്തൊരു തീരുമാനം എടുത്തിട്ടില്ല. തങ്ങൾ ഏത് നിമിഷവും ആക്രമണം നടത്തും, അതല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തീരുമാനം എടുക്കൂ എന്ന് ഇറാനെ സമ്മർദ്ദം ചെലുത്തുകയാണ് US ചെയ്യുന്നത്. ആക്രമണത്തിന് ഇറാനിൽ നിന്ന് തിരിച്ചടി കിട്ടുമെന്ന് ഭയന്നിട്ടോ എന്തോ തിടുക്കപ്പെട്ടുള്ള ഒരു ആക്രമണത്തിന് ട്രംപ് തയ്യാറാകില്ല. ഇറാനെതിരായ സൈനിക നീക്കങ്ങൾക്കായി സൗദി അറേബ്യയുടെ വ്യോമാതിർത്തിയോ ഭൂപ്രദേശമോ ഉപയോഗിക്കാൻ അനുവദിക്കില്ല എന്നാണ് സൗദിയുടെ നിലപാട്. ഇറാന്റെ പരമാധികാരത്തെയും പ്രാദേശിക അഖണ്ഡതയെയും സൗദി അറേബ്യ പൂർണ്ണമായും ബഹുമാനിക്കുന്നു എന്നാണ് സൗദി കിരീടാവകാശി അമീർ മുഹമ്മദ് ബിൻ സൽമാൻ പറഞ്ഞത്. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനും അമീർ മുഹമ്മദുമായി ടെലിഫോണിൽ ചർച്ചയും നടത്തിയിരുന്നു. അമേരിക്കയുമായി അടുത്ത ബന്ധമുള്ള രാഷ്ട്രങ്ങളിൽ ഒന്നാണ് സൗദി അറേബ്യ. പക്ഷേ അമേരിക്കയ്ക്ക് വ്യോമപാത വിട്ടു നൽകില്ല എന്ന സൗദി നിലപാട് കടുപ്പിക്കാൻ മറ്റൊരു കാരണം അവിടെയുണ്ട്. ഇറാനെ ആക്രമിക്കാൻ ആരെങ്കിലും സഹായം നൽകിയാൽ അതും ശത്രു രാജ്യത്തിന്റെ ആക്രമണമായി ഇറാൻ കണക്കാക്കുമെന്നും അവരുടെ മണ്ണിലും ആകാശത്തും ആക്രമണം ഉണ്ടാകുമെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി നേരത്തെ വ്യക്തമാക്കിയതാണ്. സ്വാഭാവികമായും ഇറാൻ തങ്ങളെയും ആക്രമിക്കുമെന്ന് സൗദിയും UAEയും ഭയക്കുന്നുണ്ടാകും. അതിശക്തമായ ബാലിസ്റ്റിക് മിസൈൽ ശേഖരം കൈവശമുള്ളവരാണ് ഇറാൻ. അതിന്റെ പ്രഹരം ഏറ്റുവാങ്ങാൻ താല്പര്യമില്ല എന്നതുകൊണ്ട് തന്നെയാകും സൗദിയും UAEയും അടക്കം അറബ് ലോകം ഇത്തരത്തിലൊരു നിലപാടെടുക്കാൻ കാരണം. ഇറാൻ ലക്ഷ്യമാക്കി അയച്ച അർമാഡ ഇറാന് തൊട്ടടുത്ത് എത്തിയതായി നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അതിനിടെ കഴിഞ്ഞ ദിവസം പുതിയ മനോഹരമായ മറ്റൊരു അർമാഡ കൂടി ഇറാൻ ലക്ഷ്യമാക്കി അയച്ചതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയതുമാണ്. പക്ഷേ ഇറാൻ ആക്രമണം എന്ന അമേരിക്കൻ തീരുമാനം അപ്പോഴും മന്ദഗതിയിലാണ്. തിരിച്ചടി ഭയന്നിട്ടോ എന്തോ ഇറാനെ ആക്രമിക്കാൻ ട്രംപ് ഇതുവരെ തീരുമാനം എടുത്തിട്ടില്ല. ഒരു വിരലമർത്താവുന്ന അകലത്തിൽ അർമാഡ തയ്യാറാണ് എന്ന് പറയുമ്പോഴും ഇറാൻ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകണം എന്ന് പറയുന്ന മറ്റൊരു ട്രംപിനെയും കാണാം. സമയം അതിക്രമിക്കുന്നു, എത്രയും വേഗം തീരുമാനം അറിയിക്കണമെന്നാണ് ഇന്നും ട്രംപ് ഇറാന് നൽകിയ നിർദ്ദേശം. പക്ഷേ ഇറാൻ ഇക്കാര്യത്തിൽ യാതൊരു നിലപാടോ മറുപടിയോ US-നെ അറിയിച്ചിട്ടില്ല എന്നതാണ് ശ്രദ്ധേയം. എന്നാൽ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി മറ്റൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇറാന് നേർക്ക് അവരുടെ വിരൽ ട്രിഗറിൽ അമരുന്നതോടെ അതിവേഗത്തിലും ശക്തവുമായ ഒരു തിരിച്ചടിക്ക് ഒരുങ്ങിയിരിക്കണമെന്നാണ് അരാഗ്ചി പറഞ്ഞത്. കരയിലൂടെ ആയാലും കടലിലൂടെ ആയാലും ഏത് ആക്രമണത്തെയും നേരിടാൻ ഇറാൻ സജ്ജമാണ് എന്നുകൂടി അരാഗ്ചി പറഞ്ഞിട്ടുണ്ട്. ഇറാനെ ആക്രമിക്കാൻ അമേരിക്കയ്ക്ക് പദ്ധതി ഉണ്ടോ എന്ന് ചോദിച്ചാൽ തിടുക്കപ്പെട്ട് ഏകപക്ഷീയമായ ഒരു ആക്രമണത്തിന് US മുതിർന്നേക്കില്ല എന്ന് തന്നെ പറയാം. കാരണം കരയിലൂടെയോ കടലിലൂടെയോ ഉള്ള ആക്രമണം മാത്രമേ ഇപ്പോൾ സാധ്യമാകുകയുള്ളൂ. അതിന് കാരണം ഇറാനെ ആക്രമിക്കാൻ വ്യോമപാത വിട്ടു നൽകില്ല എന്ന ഗൾഫ് രാഷ്ട്രങ്ങളുടെ നിലപാട് തന്നെ. മറ്റൊന്ന്, ഇറാനെ ആക്രമിച്ചാൽ ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന തിരിച്ചടി, അതിന്റെ ആഘാതം എത്രത്തോളം ഉണ്ടാകുമെന്ന് അമേരിക്കയ്ക്ക് നിർവചിക്കാനാകില്ല. പ്രത്യേകിച്ച് ഇറാന്റെ കയ്യിലെ ബാലിസ്റ്റിക് മിസൈൽ ശേഖരം, മാത്രമല്ല ഇറാനിലെ യുറേനിയത്തിന്റെ വ്യാപ്തി. ഏറ്റവും മാരകമായ ആണവായുധങ്ങൾ ഇപ്പോഴും ഇറാനിൽ ഉണ്ട് എന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇറാന്റെ തിരിച്ചടിയുടെ ശക്തി കഴിഞ്ഞ വർഷം ജൂണിൽ അമേരിക്ക അറിഞ്ഞതുമാണ്. അന്ന് അൽ ഉദൈദ് വ്യോമതാവളത്തിലെ ആക്രമണത്തിന്റെ ക്ഷീണം അമേരിക്കയെ വിട്ടുമാറിയിട്ടില്ല. അതുകൊണ്ടാണ് മധ്യസ്ഥ ടേബിളിലേക്ക് അവർ എത്തണമെന്ന് ട്രംപ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായും ഇറാനിൽ സാധിക്കേണ്ടത്. ഒന്ന്, ഇറാനിലെ ഭരണമാറ്റമാണ്. ഇറാഖിൽ ചെയ്തതുപോലെ തങ്ങളുടെ ഒരു പാവ ഗവൺമെന്റിനെ അവിടെ കൊണ്ടുവരണമെന്നാണ് ട്രംപിന്റെ ലക്ഷ്യം. മറ്റൊന്ന്, ഇറാൻ ആണവ പദ്ധതി ഉപേക്ഷിക്കണം. ആണവായുധം വികസിപ്പിക്കില്ല എന്ന് ഉറപ്പ് എഴുതി നൽകണം. എന്നാൽ ഭരണമാറ്റം എന്നത് ഇറാഖിലോ മറ്റേതെങ്കിലും രാഷ്ട്രത്തിലോ നടപ്പാക്കിയതുപോലെ ഇറാനിൽ നടക്കില്ല എന്നത് സുവ്യക്തമാണ്.
ഭരണമാറ്റത്തിനായാണ് ട്രംപ് ഇറാനിലെ പ്രക്ഷോഭകാരികളെ ഉത്തേജിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. സർക്കാരിനെതിരെ ജനകീയ പ്രക്ഷോഭം ഇളക്കിവിട്ട് അവിടുത്തെ ഖമനേയി സർക്കാരിനെ താഴെ ഇറക്കുകയാണ് ലക്ഷ്യം. ഇനിയൊരു മാർഗം ഇറാനെ ആക്രമിക്കുക എന്നതാണ്. മുൻപ് നടത്തിയതിനേക്കാൾ രൂക്ഷമായ ആക്രമണം അഴിച്ചുവിടാനാണ് US ശ്രമിക്കുന്നത്. കഴിഞ്ഞ ജൂണിലെ ആക്രമണത്തെക്കാൾ മോശമായിരിക്കും പരിണിത ഫലമെന്ന് ട്രംപ് പറഞ്ഞതും അതുകൊണ്ടാണ്. ഇറാന്റെ ഭരണകൂടം മുൻപത്തേക്കാൾ ദുർബലമാണ് എന്നും അവർക്ക് സമരക്കാരുമായി ഒത്തുതീർപ്പിന് വഴങ്ങുകയല്ലാതെ മറ്റു മാർഗമില്ല എന്നുമാണ് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും പറഞ്ഞത്. പശ്ചിമേഷ്യൻ മേഖലയിൽ US നടത്തിയ ചില നീക്കങ്ങളെക്കുറിച്ച് കൂടി പറഞ്ഞു പോകണം. ജോർദാനിലെ മുവാഫക് എയർഫോഴ്സ് ബേസിൽ 15ഓളം അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ സജ്ജരായിരിക്കുന്നുണ്ട്. ജോർദാൻ, ഖത്തർ, ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഡീഗോ ഗാർഷ്യ തുടങ്ങിയ എയർ ബേസുകളിലെല്ലാം കൂടുതൽ യുദ്ധവിമാനങ്ങൾ എത്തിയിട്ടുമുണ്ട്. മാത്രമല്ല, മിഡിൽ ഈസ്റ്റ് മേഖലയിൽ ധാരാളം ഡ്രോണുകളും P-8 പോസിഡോൺ ചാരവിമാനങ്ങളും ഫ്ലൈറ്റ് റഡാർ സൈറ്റിൽ കാണുന്നുണ്ട്. USS എബ്രഹാം ലിങ്കൺ വിമാനവാഹിനി കപ്പൽ അടക്കമുള്ള അർമാഡയ്ക്ക് പുറമെയാണ് ഇതെല്ലാം. മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ സെൻട്രൽ കമാൻഡ് ഏരിയയിലാണ് ഇപ്പോൾ USS എബ്രഹാം ലിങ്കൺ നയിക്കുന്ന ആദ്യത്തെ അർമാഡ കപ്പൽ വ്യൂഹം ഉള്ളത് എന്നാണ് അറിവ്. ഇതിന്റെ നേതൃത്വത്തിൽ മേഖലയിൽ ദിവസങ്ങളോളം നീളുന്ന സൈനിക പരിശീലനം നടത്താനും US പദ്ധതിയിടുന്നുണ്ട്. മറ്റൊരു അർമാഡ കൂടി ഇറാനെ ലക്ഷ്യമാക്കി പറഞ്ഞയക്കുകയും ചെയ്തിട്ടുണ്ട് ട്രംപ്. പക്ഷേ ഇറാൻ മധ്യസ്ഥതയ്ക്ക് വഴങ്ങും എന്ന് തന്നെയാണ് പ്രതീക്ഷയെന്ന് ട്രംപ് പറയുന്നു. ഇറാനെ തങ്ങളുടെ കാൽക്കീഴിൽ എത്തിച്ച് വരുതിക്ക് നിർത്താൻ അമേരിക്ക ആസൂത്രണം ചെയ്യുന്നതാകാം ഒരുപക്ഷെ ആക്രമണമെന്ന ഭീഷണി എന്നാണ് കരുതുന്നത്. പലയിടങ്ങളിലും അമേരിക്ക പ്രയോഗിച്ച തന്ത്രം പോലെ തന്നെ ഇതും. അങ്ങനെ ചിന്തിക്കാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. കഴിഞ്ഞ മാസവും ഇറാനെ ആക്രമിക്കാൻ അമേരിക്ക തയ്യാറെടുപ്പ് നടത്തിയിരുന്നുവെങ്കിലും പെട്ടെന്നൊരു ദിവസം പിന്മാറുകയാണ് ഉണ്ടായത്. അതിന് കാരണം പെട്ടെന്ന് ഇറാനെ ആക്രമിച്ചാൽ തിരിച്ചടി ഉണ്ടാകുമെന്ന ഇസ്രയേലിന്റെ മുന്നറിയിപ്പാണ്. കൂടാതെ അമേരിക്കയുമായി സഹകരണത്തിലുള്ള ഗൾഫ് രാഷ്ട്രങ്ങളും ആക്രമിക്കരുത് എന്ന് ആവശ്യപ്പെട്ടിരുന്നു. അതോടൊപ്പം ഇറാനെ ഒറ്റയ്ക്ക് ആക്രമിക്കുന്നത് ബുദ്ധിയല്ലെന്ന് ഇസ്രയേലിനും അമേരിക്കയ്ക്കും നന്നായി അറിയുകയും ചെയ്യാം. ഇന്ത്യയെ തീരുവകാട്ടി വിരട്ടിയതുപോലെയോ വെനസ്വേലയെ ആക്രമിച്ച് കീഴടക്കിയതുപോലെയോ അത്ര എളുപ്പമാകില്ല കാര്യങ്ങൾ. ലോകത്തെ ഏറ്റവും വലിയ സമ്പുഷ്ടീകരിച്ച യുറാനിയം ശേഖരം കൈവശമുള്ള ഇറാനിൽ ആണവായുധം ഉണ്ടാകാമെന്നും അത് പ്രയോഗിച്ചേക്കാമെന്നും കണക്കുകൂട്ടലുണ്ട് ഇസ്രയേലിനും അമേരിക്കയ്ക്കും. മാത്രമല്ല, കഴിഞ്ഞ ജൂണിൽ ഇറാനെ ആക്രമിച്ചപ്പോൾ നേരിട്ട തിരിച്ചടിയെക്കുറിച്ച് USനും ഇസ്രയേലിനും നല്ല ബോധ്യവുമുണ്ട്. അതിനെല്ലാം ഉപരി റഷ്യയും ചൈനയും ഇറാന് പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്ത് വരികയും ചെയ്തിരുന്നു.